എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇതിലും റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുക. ഹൗ ടു ചെക്ക് +1 സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തുനിന്ന്. വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും വിധമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല. എന്തായാലും വാല്യുവേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ടാബുലേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഏപ്രിൽ മാസം 20-നുള്ളിൽ തന്നെ വരുമെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. നേരത്തെ വരുവാണ് അത്രയും നല്ലത്. ചിലപ്പോൾ ഈ ആഴ്ച വരാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച വിഷു, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, ഇന്നുമില്ല, നാളെ സൺഡേ, തിങ്കളാഴ്ച വിഷു, പിന്നെ ചൊവ്വാഴ്ച ബുധൻ കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച പെസഹ വ്യാഴം, വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ഞായറാഴ്ച ഈസ്റ്റർ, പിന്നെ വിദ്യാർത്ഥികൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദിവസം തൊട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരാഴ്ച എന്ത് ചെയ്യും, ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് പോകും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, നാളെ സൺഡേ, തിങ്കളാഴ്ച വിഷു, പിന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച അത് വരാൻ സാധ്യതയില്ല. പിന്നെ വ്യാഴാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ പെസഹ വ്യാഴമാണ്, വെള്ളിയാഴ്ച ദുഃഖവെള്ളി, ശനിയാഴ്ച അങ്ങനെ പോകും. ശനിയാഴ്ച ഓഫീസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞായറാഴ്ചയിലേക്ക് വേണമെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. കാരണം അന്ന് മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചായിരിക്കും. അന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുക. എന്തായാലും വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യണം? കേരള റിസൾട്ട്സ്.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഫലപ്രസിദ്ധീകരണം നടത്തുകയുള്ളൂ. വിദ്യാർത്ഥികൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാവും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല, നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ ലഭ്യമാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ടൈം കൊണ്ട് വീഡിയോ പറയുന്നതിന് കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഏപ്രിൽ മാസം 22-ാം തീയതി ആരംഭിക്കുകയാണ്. +1 +2 പബ്ലിക് എക്സാം നിങ്ങളിപ്പോൾ മാർച്ചിൽ എക്സാം കഴിഞ്ഞ് മെയ് നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്ന വീക്കാന്ന് എനിക്കറിയാം. ബട്ട് നമുക്ക് അങ്ങനെയല്ല. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏപ്രിൽ 22-ാം തീയതി മുതൽ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ അതിൻ്റെതായ പഠിക്കേണ്ടതായ കുറച്ച് യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കാനുള്ള ടൈമും ഒക്കെ കിട്ടാതെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിക്കുന്നത് വെച്ചാൽ കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കരീർ, ദ ഫൗണ്ടർ ഓഫ് കരീർ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.